വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കേക്ക് ഡെസേർട്ട്സ് ഉണ്ടാക്കുന്നവർ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന കാരമൽ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരുവിധ ആൾക്കാർക്കും ഈ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അറിയുന്നവരായിരിക്കും. എന്നാലും ചിലവർ ഈ ഒരു കാരമൽ സോസ് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഈ ഒരു റെസിപ്പി സിമ്പിളാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു സോസിന് കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കാരമൽ സോസിനെക്കാട്ടും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു കാരമൽ സോസാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഈ ഒരു സോസ് വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാരമൽ സോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ഷുഗറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ വെച്ചിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഷുഗർ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് വേണം നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിലാണ്. ഇനി നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഷുഗർ ഈ ഒരു ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോയിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പിന്നെ നമ്മളിത് മെൽറ്റാക്കിയിട്ട് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഷുഗർ കരിഞ്ഞു പോയിട്ട് ഈ ഒരു സോസിന് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ ഒരു സോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഷുഗർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോസിന് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് 50 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു അൺസാൾട്ടഡ് ബട്ടറിന് പകരം നിങ്ങളെ കയ്യിൽ സാൾട്ടഡ് ബട്ടറാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അൺസാൾട്ടഡ് ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാതെ നിന്നാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ബട്ടറൊക്കെ ഇതിലേക്ക് ഒന്ന് നല്ലോണം മെൽറ്റായിട്ട് കിട്ടട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സോസ് ഉണ്ടാക്കാൻ ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇപ്പോൾ ഇതാ ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഈ ഒരു വിപ്പിംഗ് ക്രീം തണുപ്പുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷുഗർ പെട്ടെന്നൊന്ന് കട്ട പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഷുഗറൊക്കെ ഒന്ന് കട്ട പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് തിളച്ച് വരുന്ന സമയത്ത് ആ ഒരു ഷുഗറൊക്കെ മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു ഷുഗറൊക്കെ മെൽറ്റായിട്ട് വന്നോളും. കണ്ടില്ലേ, ഇത് തിളച്ച് വന്ന സമയത്ത് ഏകദേശം ആ ഒരു ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ സാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് സോസ് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ അത് തണുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് ആവുന്ന ആ ഒരു സമയത്ത് നല്ല ഒരു കുറുകിയിട്ടുള്ള ഒരു സോസ് തന്നെ ആയിട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടില്ലേ, ലൂസായിട്ട് ഉള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇത് നല്ലോണം ആ ഒരു ചൂടൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലേക്ക് വരുന്ന സമയത്താണ് സോസിൻ്റെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം കേക്കും ഡെസേർട്ട്സും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാരമൽ സോസ് ഉണ്ടാക്കുകയാണെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കുറേ മുന്നേ ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു സോസിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് കേട്ടോ. കറക്റ്റ് നമ്മൾ ആ ഒരു കാരമൽ സോസ് ആയിട്ടുണ്ട്.
അപ്പം ഞാൻ ഈ ഒരു കാരമൽ സോസ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിതുപോലെ കാരമൽ സോസ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. നമ്മളിതുപോലെ കാരമൽ സോസ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കേക്കിനൊക്കെ ഓർഡർ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച കാരമൽ സോസ് ആണെങ്കിൽ അതെന്തായാലും കുറച്ചൊന്ന് കട്ടിയായി പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ആ പാത്രം ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരമൽ സോസൊക്കെ നിങ്ങൾ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഇനി നിങ്ങൾ വാങ്ങണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കാരമൽ സോസിനൊക്കെ കളറൊക്കെ ചേർത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.